ടൈഗൈ മേഖല ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാലത്ത് -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയും രൂപത്തിലായിരിക്കും. ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്ത ഭാഗമാണിത്. ടൈഗൈ മേഖല. ടൈഗൈ മേഖലയിൽ ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വേനൽക്കാലത്ത് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയും ശൈത്യകാലത്ത് -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ. ടൺഗ്ര മേഖല ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങളിൽ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണിവ. ടൺഡ്ര മേഖല അതിശൈത്യ മേഖലയാണ്. ഇവിടെ ശൈത്യകാല താപനില -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെയും വേനൽക്കാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുമുണ്ട്. ടൺഡ്ര മേഖലയിലെ മുഖ്യമായും മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷണം. വളരെ ശൈത്യമുള്ള മേഖലയാണിത്. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ചയിലൂടെയാണ് ഈ കാലാവസ്ഥ പ്രകടമാകുന്നത്. ലോക കാലാവസ്ഥാ സംഘടന 1950 ജനീവ ഇടപെടലുകൾ കാലാവസ്ഥാ സമ്മേളനങ്ങൾ. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോം പരിസ്ഥിതി പരിപാലനവും വികസനവും. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീവ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയൽ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015 പാരീസ് ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാജ്യങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹി ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. ടൺഡ്ര മേഖലയിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നിവയിൽ എക്സിമോസ് അഥവാ ഇനുയിറ്റുകൾ, വടക്കൻ ഫിലിപ്പൈൻസ്, ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ, ലാപ്സ്, സൈബീരിയ, സമോയെഡ്സ്, ലെനാതടം, യാക്കൂട്സ്, വടക്ക് കിഴക്കൻ ഏഷ്യ, കൊറിയാക്സ്, ചുക്ചി. ഹിമാലയവും വേർതിരിക്കുന്ന നദികളും. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി, മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊകാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പ്രധാന നീരൊഴുക്കുവ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം. പടിഞ്ഞാറൻ ഹിമാലയം. പ്രധാന ദേശീയോദ്യാനങ്ങൾ. ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ കാഞ്ചൻജംഗ സിക്കിം, ദ്രിബ്രു സെഖോവ അസം, കാസിരംഗ അസം, മാനസ് അസം, കേബുൾ ലംജാവോ മണിപ്പൂർ. പ്രധാന ദോബുകൾ. ബിസ്ത്, ജലന്ധർ ദോബ്, ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദോബ്, ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രച്ന ദോബ്, രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ചാച്ച് ദോബ്,
ചിനാബ്, ജലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധ് സാഗർ ദോബ്, ജലം, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. കാർഷിക കാലങ്ങൾ. പ്രധാന വിളകൾ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര എന്നിവയാണ് ഖാരിഫ് കാലത്ത് വിളവെടുക്കുന്നത്. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി. സൈദ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. മഹാനദി. ഉത്ഭവസ്ഥാനം റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡ്. പോഷക നദികൾ ഇബ്, ടെല്ല്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പോഷക നദികൾ. ഒഴുകുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകം. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പോഷക നദികൾ. ഒഴുകുന്നത് കർണാടകം, തമിഴ്നാട്, കേരളം. നർമ്മദ ഉത്ഭവസ്ഥാനം അമർകണ്ടക്, മധ്യപ്രദേശ്. പോഷക നദികൾ ഹിരൺ, ബഞ്ചാർ. നദീതടം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. താപ്തി ഉത്ഭവസ്ഥാനം മുൽത്തായ്, മധ്യപ്രദേശ്. പ്രധാന പോഷക നദികൾ പൂർണ, ഗിർന. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നദീതട പദ്ധതികൾ. ഒഴുകുന്ന നദി സംസ്ഥാനം ഹിരാക്കുണ്ട് മഹാനദി, ഒഡീഷ. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, കർണാടകം. സർദാർ സരോവർ, നർമ്മദ, ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ, കാവേരി, കർണാടകം. നിസാം സാഗർ, ഗോദാവരി, ആന്ധ്രാപ്രദേശ്.